വെൽക്കം ബാക്ക് ടു നൈസ് ട്രേഡ്. ദിസ് ഈസ് നിയാസ്. അപ്പോൾ എന്നും ചെയ്യാനുള്ളത് പോലെ നമ്മൾ നിഫ്റ്റിയുടെ അനാലിസിസിൻ്റെ ഒരു കണ്ടിന്യൂഷന് വേണ്ടി വന്നിട്ടുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് പോലെ ഈ ഒരാഴ്ചയിൽ അല്ലെങ്കിൽ ഈ ഒരു ദിവസം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകൾ സ്വിംഗ് ട്രേഡിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് പരിഗണിക്കാവുന്ന കുറച്ച് സ്റ്റോക്കുകളെ കുറിച്ചും അതിൻ്റെ 15 മിനിറ്റ് ടൈം ഫ്രെയിമിനെ കുറിച്ചും അതിൽ സംഭവിച്ചിട്ടുള്ള ഗാമ ബ്ലാസ്റ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രണ്ട് ഭാഗങ്ങളായിട്ടാണ് വീഡിയോ ഉണ്ടാവുക. ഫസ്റ്റ് നിഫ്റ്റി അനാലിസിസ്, അതിൻ്റെ അതുപോലെ തന്നെ ഓപ്ഷനിൽ അതിൻ്റെ സ്ട്രൈക്കിലുള്ള ഓപ്ഷൻ ട്രേഡേഴ്സിന് യൂസ്ഫുൾ ആവുന്ന ഓപ്ഷൻ ഗാമ ബ്ലാസ്റ്റ് അനാലിസിസ് ഉണ്ടാവും. അതുപോലെ സ്റ്റോക്കിൽ നടന്നിട്ടുള്ള ഗാമ ബ്ലാസ്റ്റ് അനാലിസിസ് അല്ലെങ്കിൽ ലിക്വിഡിറ്റി എഞ്ചിനീയറിംഗ്, ഇങ്ങനെയാണ് നമ്മൾ വീഡിയോ ചെയ്യാറുള്ളത്. വീഡിയോ മുഴുവനായിട്ടും കാണാൻ നോക്കുക. നമ്മൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് കണ്ടന്റ് ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ നിഫ്റ്റി അനാലിസിസ് ആൻഡ് ഇൻ ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ വീഡിയോ വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ദി സ്വിംഗ് ട്രേഡിംഗ് സ്റ്റോക്സ് ഓൾസോ. ഓക്കെ, സോ നിഫ്റ്റിയുടെ 1 അവർ ടൈം ഫ്രെയിമാണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കുന്നത്. 1 അവർ ടൈം ഫ്രെയിം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു കറക്ഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ലിക്വിഡിറ്റി ലെൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന ഒരു ഇൻസൈറ്റ് എന്താണെന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, ഇവിടെ ഒരു അൺടാപ്ഡ്, അതായത് ഒരു 24,747 ഇതുവരെ ടാപ്പ് ചെയ്യാത്ത ഒരു ഫെയർ വാല്യൂ ലിക്വിഡിറ്റി ഉണ്ട്. അതുപോലെ തന്നെ മേലെ കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ ടാപ്പ് ചെയ്യാത്ത 25,642 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലിക്വിഡിറ്റി ഉണ്ട് എന്നുള്ളതാണ്. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ഈ ഒരു ഫെയർ വാല്യൂ ലിക്വിഡിറ്റി, പേർപ്പിൾ കളറിൽ കാണുന്ന ഈ ഫെയർ വാല്യൂ ലിക്വിഡിറ്റി 1 അവർ ടൈം ഫ്രെയിമിൽ നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി വിൽ ടെസ്റ്റ് ഓൾ ദ വേ ഡൗൺ ഹിയർ. അതായത് 24,700 24,600 എന്ന് പറയുന്ന ഈ ലെവലിലേക്ക് വരാനാണ് സാധ്യത കൂടുതൽ എന്ന് പറയുന്നത്. കാരണം ഇവിടുത്തെ ഈ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടായിരിക്കും പിന്നീട് എങ്ങോട്ടെങ്കിലും ഒരു ഡയറക്ഷൻ തീരുമാനിക്കുക. ഇനി അതല്ല, ഇവിടുത്തെ ഈ ഒരു ഫെയർ വാല്യൂ ലിക്വിഡിറ്റിയാണ് ഇത് ബ്രേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതായത് 25,300 ഫെയർ വാല്യൂ ലിക്വിഡിറ്റിയാണ് ബ്രേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ കാണുകയും ഏകദേശം 25,700 ലെവലിലേക്ക് നിഫ്റ്റി വരികയും ചെയ്യും. അടുത്ത ഈ ഒരു ഇതിൻ്റെ എന്താ പറയുക, ഈ ഒരു എക്സ്പയറിയുടെ ഒരു സാധ്യതയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, എക്സ്പയറിക്ക് മുമ്പായിട്ട് എന്നുള്ളത്. സോ അതാണ് നമുക്ക് 1 അവർ ടൈം ഫ്രെയിമിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. എന്താണ് 15 മിനിറ്റിൽ കാണുന്നതെന്ന് കൂടി നോക്കാം. 15 മിനിറ്റിൽ കാര്യമായിട്ട് ഇൻഡിക്കേഷൻസ് ഒന്നുമില്ല. ഇതേപോലെ മേലേക്ക് ഒരുപാട് ഫെയർ വാല്യൂ ലിക്വിഡിറ്റീസ് കാണിക്കുന്നുണ്ട്. സോ ബുൾസിനൊരു ലിക്വിഡിറ്റി എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ലിക്വിഡിറ്റി സ്വീപ്പിങ്ങിനുള്ള ഒരു അവസരം ഉണ്ട് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ആരാണ് പവർഫുൾ എന്നുള്ളത് നമുക്ക് ഒന്നുകൂടെ ലോവർ ടൈം ഫ്രെയിമിലേക്ക് നോക്കി, നമ്മൾ മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ് ആണ് ചെയ്യുന്നത് കുറച്ചുകൂടെ ആക്യുറസിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ നോക്കുന്ന സമയത്തും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, മേലെ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യാനുണ്ട്. അതേപോലെ താഴെ ഇവിടെയാണ് ലിക്വിഡിറ്റി ഉള്ളത് 24,919. മേലേക്ക് നോക്കുകയാണെങ്കിൽ, കുറച്ചുകൂടെ മേലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ നല്ല ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യാൻ വേണ്ടി കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ ദിസ് ഈസ് എ വെരി ക്രൂഷ്യൽ ഏരിയ ആക്ച്വലി. കണ്ടില്ലേ, ഭയങ്കര ഒരു സൈഡ് വേസ് പോയിക്കൊണ്ടിരിക്കുന്ന, ഭയങ്കര മാനിപ്പുലേഷൻസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റാണ്. അപ്പോൾ നമുക്ക് നിഫ്റ്റി ചാർട്ടിനേക്കാൾ ഒന്നുകൂടെ നല്ലത് നമുക്ക് അറ്റ് ദ മണിയിലുള്ള സ്ട്രൈക്കിൻ്റെ ചാർട്ട് നോക്കുക എന്നുള്ളതാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ഇപ്പോൾ നോക്കാം. ഓക്കെ, നിഫ്റ്റിയുടെ അറ്റ് ദ മണി സ്ട്രൈക്ക് നമുക്കൊന്ന് നോക്കി നോക്കാം. 25,100 കോളാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. 25,100 കോൾ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ബുള്ളിഷ് ഗാമ ബ്ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഇവിടെയാണ്. അപ്പോൾ നമുക്കറിയാം, ഗാമ ബ്ലാസ്റ്റ് തിയറി പ്രകാരം ഒന്നുകിൽ ഈ ഹൈയോ അല്ലെങ്കിൽ ഈ ക്ലോസോ നന്നായിട്ടൊന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് മേലേക്കൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് കാണാൻ വേണ്ടി പറ്റുള്ളൂ. അതായത് നിഫ്റ്റി ബുള്ളിഷായി മാറണമെന്നുണ്ടെങ്കിൽ 25,100 നമുക്കൊരു 111 അല്ലെങ്കിൽ 131 ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഇടയിൽ ഇവിടെ വന്നിട്ടുള്ള ചെറിയ ചെറിയ സ്പൈക്സ് ഉണ്ട്. സ്പൈക്കുകളാണ് വളരെ ഇമ്പോർട്ടൻറ്റ് ഗാമ ബ്ലാസ്റ്റ് തിയറിയിൽ. സ്പൈക്കുകൾ എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ സ്പൈക്കുകൾ കൂടി ചേരുമ്പോഴാണ് നമുക്ക് പ്രൈസ് കോൺട്രാക്ഷൻ അല്ലെങ്കിൽ മൊമെൻറ്റം കോൺട്രാക്ഷൻ ഒക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ ഇടയിൽ വരുന്ന വോളിയം ബ്രേക്കൗട്ട് അല്ലെങ്കിൽ ഗാമ ബ്രേക്കൗട്ട് ആണ് നമുക്കൊരു ബ്ലാസ്റ്റ് ആയിട്ട് മാറാറുള്ളത് എന്നുള്ളതാണ്. അത് ഞാൻ അടുത്ത ഒരു സ്പൈക്ക് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. സോ അപ്പോൾ ആ ബ്ലാസ്റ്റ് നേരത്തെ പിടിക്കണമെങ്കിൽ നമുക്ക് സ്പൈക്കിലുള്ള ബ്രേക്കൗട്ട് കാണേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗാമ ബ്ലാസ്റ്റ് തിയറിൻ്റെ കൂടെ കൊടുക്കുന്ന ട്യൂട്ടോറിയലൊക്കെ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ ചെറിയൊരു സ്പൈക്ക് ഉണ്ട്, ബുള്ളിഷ് സ്പൈക്കാണ് ഇവിടെ, കണ്ടില്ലേ, ഈ ഒരു ഏരിയയിൽ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ചെറിയൊരു ബുള്ളിഷ്നെസ് കാണാൻ വേണ്ടി പറ്റും. എന്നിട്ട് ഇവിടുത്തെ ലിക്വിഡിറ്റി എടുക്കാനായിരിക്കും അത് വരിക എന്നുള്ളതാണ്. അതായത് ഈ ഒരു ഏരിയയിൽ നല്ല ലിക്വിഡിറ്റി ഉണ്ടാവും. സോ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ ഒരു ബുള്ളിഷ് റൈഡ് സാധ്യമാണെന്നുള്ളതാണ്. താഴേക്കാണെന്നുണ്ടെങ്കിൽ കോൾ ഓപ്ഷൻ, അതായത് ഇത് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഓക്കെ, നമ്മൾ ബ്ലാസ്റ്റ് നോക്കുന്ന സമയത്ത് ഇവിടെയാണ് ബ്ലാസ്റ്റ് ഉണ്ടായിരുന്നത്, ബിയറിഷ് ബ്ലാസ്റ്റ് ഉണ്ടായിരുന്നത്. ഇവിടെയാണ് ബിയറിഷ് ബ്ലാസ്റ്റ് ഉണ്ടായിരുന്നത്. ഇറ്റ്സ് ലൈക്ക് ലുക്കിംഗ് ലൈക്ക് എ ബ്രേക്ക് ഔട്ട്. അതായത് ബിയറിഷ് ബ്ലാസ്റ്റ് എന്ന് പറയുന്നത് സ്പൈക്ക് ബ്രേക്ക് ആയത് പോലെ തോന്നുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നാളെയും ചെറിയ രീതിയിലൊരു ബിയറിഷ്നെസ് കാണാൻ വേണ്ടിയാണ്
സാധ്യത കൂടുതൽ എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെങ്കിലും ബ്രേക്ക് ചെയ്യണം. നമുക്കൊരു റിവേഴ്സൽ പോസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ 84 എന്ന് പറയുന്ന ഈ ഒരു ലെവൽ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എപ്പോഴും നിഫ്റ്റിയിൽ തന്നെ നമുക്ക് ഫുട് പ്രിന്റ്സ് കാണണമെന്നില്ല. ബിഗ് പ്ലേയേഴ്സിന്റെ ഫുട് പ്രിന്റ്സ് എപ്പോഴും അവർ നിഫ്റ്റി ചാർട്ടിൽ തന്നെ ഇട്ടോളണമെന്നില്ല. നമുക്ക് സ്ട്രൈക്കിലും അത് കാണാൻ വേണ്ടി പറ്റും. ചില സമയത്ത് സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് കാണാറുള്ളത്. അതുകൊണ്ട് സ്ട്രൈക്ക് അനാലിസിസ് കൂടി നിങ്ങൾ പഠിക്കണമെന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഇവിടുത്തെ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴേക്ക് തന്നെ വരാനാണ് സാധ്യത. അല്ലെങ്കിൽ ഒന്നുകൂടി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഇത് ഇൻടാക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ 25,100 താഴെ തന്നെ ആയിരിക്കും ഈ ഒരു എക്സ്പയറി നമുക്ക് ഇത് ചെയ്യുക. അതായത് ഇവിടുത്തെ ലിക്വിഡിറ്റി ഒക്കെ സ്വീപ്പ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാം നന്നായിട്ട് താഴത്തേക്ക് വരുന്നുണ്ട്. അതായത് സീറോയിലേക്ക് തന്നെ അല്ലെങ്കിൽ സീറോയിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. സോ 25,100 താഴെ തന്നെ എക്സ്പയർ ചെയ്യാനാണ് സാധ്യത കൂടുതൽ എന്നുള്ളതാണ്. നമുക്കിനി പുട്ട് ഓപ്ഷൻ ചാർട്ട് കൂടി നോക്കാം. 25,100 പുട്ട് ഓപ്ഷൻ നോക്കുന്ന സമയത്തും നമുക്കറിയാം, കണ്ടില്ലേ, ഇവിടെയായിരുന്നു ലാസ്റ്റ് ഗാമ ബ്ലാസ്റ്റ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇവിടെ ഒരു ബ്ലാസ്റ്റ് വന്നു, അത് സ്പൈക്ക് വന്നു, അത് ബ്രേക്ക് ആയിട്ടില്ല. ഇവിടെ ഒരു ബിയറിഷ്, അതായത് പുട്ട് ഓപ്ഷനിൽ ബിയറിഷ് സ്പൈക്ക് എന്ന് പറഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ബുൾസ് ആണ് അത് വിൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതിനുശേഷം ഇവിടെ ഒരു സ്പൈക്ക് വന്നു, അത് പുട്ട് ഓപ്ഷൻ ചാർട്ടാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് ഇവിടെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇവിടെ ബിയറിഷ് സ്പൈക്ക്, ഇവിടെ ബുള്ളിഷ് സ്പൈക്ക്. ഓക്കെ, ആ സ്പൈക്ക് ഒന്നുകൂടെ കോൺട്രാക്ട് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. യെസ്, വെരി ക്ലിയർ. ഓക്കെ, ആ സ്പൈക്ക്, അതായത് ബുള്ളിഷ് സ്പൈക്ക്, പുട്ട് ഓപ്ഷനിലെ ബുള്ളിഷ് സ്പൈക്ക് എന്ന് പറയുന്നത് മാർക്കറ്റ് ബിയറിഷ് ആകാനുള്ളതാണെന്നുള്ള അടിസ്ഥാന തത്വം മനസ്സിലാക്കുക. ഓക്കെ, അതുപോലെ പുട്ട് ഓപ്ഷനിലുള്ള ബിയറിഷ് സ്പൈക്ക് എന്ന് പറയുന്നത് പുട്ട് ഓപ്ഷൻ സെല്ലേഴ്സ് ആണ് കൂടുതൽ വരിക, വിച്ച് ഈസ് ആക്ച്വലി മാർക്കറ്റ് വിൽ ബി ബുള്ളിഷ്. ഓക്കെ, അപ്പം 49 എന്ന് പറയുന്നത്, അതായത് 25,100 49 ബ്രേക്ക് ചെയ്തിട്ട് താഴേക്ക് സെല്ലേഴ്സ് പവർ കാണിക്കുകയാണെങ്കിൽ വി ക്യാൻ സി ബുള്ളിഷ്നെസ് ഇൻ നിഫ്റ്റി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കോൾ ഓപ്ഷൻ എടുക്കാവുന്നതാണ് എന്നുള്ളതാണ്. ഇനി അതല്ല 92 ബ്രേക്ക് ചെയ്യാം, ഇവിടെ ബ്രേക്ക് ചെയ്യാൻ വളരെ സാധ്യത കൂടുതലാണ്, കാരണം മേലേക്കാണ് ഇവിടെ ഫെയർ വാല്യൂ ലിക്വിഡിറ്റീസ് ഒക്കെ കാണിക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 92 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറയുന്നത് 132 ആയിരിക്കും. പിന്നീട് വരുന്ന ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറയുന്നത് 168 ആയിരിക്കും ബിഫോർ ദി എക്സ്പയറി. ആൻഡ് മേ ബി ഈവൻ 242 വരെ പോസിബിൾ ആണെന്നുള്ളതാണ്. ഭയങ്കരമായിട്ടുള്ള ഒരു ബിയറിഷ് മൂവ്മെന്റ് നമുക്ക് വരികയാണെങ്കിൽ, കാരണം ഇവിടുത്തെ ഈ ലിക്വിഡിറ്റി നമുക്കറിയാം, നമ്മൾ നേരത്തെ ഇതിൽ കണ്ടു, നിഫ്റ്റിയുടെ ചാർട്ടിൽ കണ്ടു, ഇത് സ്വീപ്പ് ചെയ്യാനാണ് നിഫ്റ്റിയുടെ ഇത് പോവുക, അതായത് പോയിന്റ്സ് പോവുക എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലൊരു മൊമെൻറ്റം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതും പോസിബിൾ ആണെന്നുള്ളതാണ്. ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഒരു ബ്ലാസ്റ്റ് നമുക്ക് കിട്ടുവാണെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത്, വിച്ച് ഈസ് ഓൾമോസ്റ്റ് 160%, നോട്ട് എ ബിഗ് ഡീൽ ഇൻ ഓപ്ഷൻസ് അല്ലേ. അപ്പം എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പം പ്രീവിയസ് ബുൾ ബ്ലാസ്റ്റ്, അതായത് നിഫ്റ്റി പുട്ട് ഓപ്ഷനിൽ 2 തവണ നമുക്ക് ബുൾ ബ്ലാസ്റ്റ് വന്നിട്ടുണ്ട്. ആദ്യം ഇവിടെ ഒരു ബുൾ ബ്ലാസ്റ്റ് വന്നു, ആ ബുൾ ബ്ലാസ്റ്റിനെ എന്താ പറയുക, ഗാമ ബ്ലാസ്റ്റിനെ കൺഫേം ചെയ്യുന്ന ഒരു എൻട്രിയാണ് നമുക്ക് ഇവിടെ നിന്ന് ഉണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഈ പറഞ്ഞ 160% വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം. അതിൻ്റെ മുമ്പ് നമുക്ക് വന്നിട്ടുള്ളത് ജൂലൈ എപ്പോഴാണ്, ജൂലൈ 9-ാം തീയതി ഇവിടെ ഒരു ബ്ലാസ്റ്റ് വന്നു. ആ ബ്ലാസ്റ്റിനെ കൺഫേം ചെയ്യുന്ന സെക്കൻഡ് ബ്ലാസ്റ്റ് ഇവിടുന്ന് വന്നു. ഓക്കെ, അതിനുശേഷമാണ് നല്ല രീതിയിൽ നമുക്ക് എന്ത് വന്നത്, ഒരു ഓപ്ഷനിൽ നല്ല രീതിയിൽ വീണ്ടും ആ ഒരു തരത്തിലുള്ള പെർസെൻറ്റേജ് വന്നത്. സോ അതിൻ്റെ ഒരു റിപ്പീറ്റേഷൻ ആണ് ഇവിടെ വരുന്നത്. പക്ഷേ ഇവിടുത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബ്ലാസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഏർലി സൈൻസ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, സോ നമുക്ക് ആദ്യമേ പിടിക്കണമെങ്കിൽ ഈ ഒരു സ്പൈക്കിൻ്റെ മേലെ പോയി കഴിഞ്ഞാൽ പിടിക്കാവുന്നതാണ്. ഇനി മാർക്കറ്റ് ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ 49-ന്റെ താഴേക്ക് ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, ലിക്വിഡിറ്റി എഞ്ചിനീയറിംഗിൽ കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ ട്യൂട്ടോറിയൽസ് എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ കൂടുതൽ വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കാണാൻ വേണ്ടി നോക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോ തന്നെ വീണ്ടും വീണ്ടും ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. കാണാൻ സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ, നമ്മൾക്കിനി ബ്ലാസ്റ്റ് അനാലിസിസ് നമ്മൾ ഇപ്പോൾ ഈ ചെയ്തത് തന്നെയാണ്. ഇവിടെ കണ്ടില്ലേ, ഈ 2 ബ്ലാസ്റ്റുകൾ ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ പവർ ഇപ്പം ബിയേഴ്സ് തന്നെയാണ് കാണിക്കുന്നത്. എന്തെങ്കിലും ഒരു നല്ല ഗുഡ് ന്യൂസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല റിസൾട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഒരു ബുൾ സൈഡിലേക്ക് ഒരു റിവേഴ്സൽ നമുക്കിനി പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് പാർട്ടിലേക്ക് പോവുകയാണ്. സെക്കൻഡ് പാർട്ടിൽ നമുക്കറിയാം, നമ്മൾ നിഫ്റ്റി 50-ലുള്ള നിഫ്റ്റി 500 ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. നിഫ്റ്റി 500-ലുള്ള അതുപോലെ മന്ത്ലി ബ്രേക്ക് ഔട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മളുടെ റഡാറിൽ വന്നിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. ഒന്ന് തിലകനഗർ ഇൻഡസ്ട്രീസ് ആണ്. നേരത്തെ ഗാമ ബ്ലാസ്റ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ മുതലേ സംഭവിച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ടു ബി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ നിന്നാണ് ബ്ലാസ്റ്റ് സംഭവിച്ചിട്ടുള്ളത്. അത് നല്ല രീതിയിലൊരു റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു ഫ്രഷ് എൻട്രി ഇതിൽ പോസിബിൾ അല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഗാമ ബ്ലാസ്റ്റിൻ്റെ അവസാനത്തേക്ക് ഒരുപാട് ടവറിങ് ആയി വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ ഒരു സെല്ലിംഗ് പ്രഷർ ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു.
പക്ഷേ വീണ്ടും അതിനെ ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇറ്റ് ഈസ് നോട്ട് എ സേഫ് ആക്ടിവിറ്റി ടു ഇപ്പം നമ്മൾ ഫിബൊനാച്ചിയുടെ ഫുൾ ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ ഇതുവരെ പോസിബിൾ ആണ്. ബട്ട് സ്റ്റിൽ മാർക്കറ്റിൽ ചെറിയൊരു വൊളാറ്റിലിറ്റി ഉള്ളതുകൊണ്ട് ഒരു ഫ്രഷ് എൻട്രി ഇതിൽ എടുക്കുന്നത് അത്ര ഒരു ഉചിതമുള്ള കാര്യമല്ല. എപ്പോഴും മാർക്കറ്റ് ഡൗൺ ആയെടുത്ത് വരുന്ന ബുള്ളിഷ് ബ്ലാസ്റ്റ് ആണ് നമുക്ക് എടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഇറ്റേണൽ നമ്മൾ ഇന്നലെ ഗ്രൂപ്പിൽ വളരെ ടൈംലി കൊടുത്തിട്ടുള്ളൊരു അനാലിസിസ് ആയിരുന്നു. അതിനെ ഞാൻ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്നാണ് ആദ്യത്തെ ഒരു ബ്ലാസ്റ്റ് വന്നിട്ടുള്ളത്. ആ ബ്ലാസ്റ്റിന് ശേഷം ഈ സ്പൈക്കുകൾ ഇവിടെ വന്നു. പക്ഷേ ആ സ്പൈക്കൊന്നും ബ്രേക്ക് ആയില്ല. ഈ ബ്ലാസ്റ്റും ബ്രേക്ക് ആയില്ല. ഏറ്റവും അവസാനം ഇവിടുന്നാണ് ഒരു ബ്ലാസ്റ്റ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. സോ ആ ബ്ലാസ്റ്റ് വന്ന സമയത്ത് എനിക്ക് അലേർട്ട് വരികയും ഞാൻ അപ്പോൾ തന്നെ നമ്മളുടെ ഗ്രൂപ്പിൽ അത് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞിട്ടുള്ളത് എറ്റേണൽ ആൻറ്റിസിപ്പേറ്റഡ് റാലി ബിഫോർ റിസൾട്ട് എന്നാണ്. എറ്റേണലിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടി പോവുകയാണ്. സോ ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തപ്പോൾ ഞാൻ 2 കാര്യങ്ങളാണ് ശ്രദ്ധിച്ചത്. ഒന്ന് ഫെയർ വാല്യൂ ലിക്വിഡിറ്റി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്കറിയാം ഫെയർ വാല്യൂ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ലിക്വിഡിറ്റിയാണ്. സോ അത് ബൈ ഓപ്ഷനോട് കൂടി അല്ലെങ്കിൽ ബൈ പ്രഷറോട് കൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിക്വിഡിറ്റി എഞ്ചിനീയറിംഗിൽ നമുക്കൊരു ബൈയിങ് പ്രഷർ ഉണ്ട് എന്നുള്ളത് കൺഫർമേഷൻ ആയി. ഓക്കെ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇവിടെ ഗാമ ബ്ലാസ്റ്റ്, അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗാമ ബ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഏർലി സൈൻ ഓഫ് ഇതാണ്, ബ്രേക്ക് ഔട്ട് ആണ്. ഏർലി സൈൻ എന്ന് പറയാം, ലാസ്റ്റ് സൈൻ എന്നും പറയാം. ഏറ്റവും ലാസ്റ്റ് ഫോം ചെയ്യുന്ന ഗാമ ബ്ലാസ്റ്റുകളുണ്ട്, അത് നമ്മൾ എടുക്കരുത്, നമ്മളുടെ ഔചിത്യമാണത്. ഓക്കെ. അപ്പോൾ ഇത് ഏർലി സൈൻസ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യാന്നുള്ളതാണ്. കാരണം ഒരു ലോവർ ട്രെൻഡ് ആയിരുന്നു, അല്ലെങ്കിൽ ബിയറിഷ് എന്ന് പറയാൻ പറ്റില്ല, ഒരു കറക്ഷൻ ട്രെൻഡിലാണ് നമുക്ക് ഈ ഒരു ബ്ലാസ്റ്റ് കിട്ടുന്നത്. സോ അതിൻ്റെ ക്വാളിറ്റി കുറച്ചുകൂടി കൂടുതലാണ്, അല്ലെങ്കിൽ അതിൻ്റെ റിസ്ക് റിവാർഡ് കുറച്ചുകൂടി കൂടുതലാണ്. ഇവിടെ 3.84 ആയിരുന്നു നമ്മൾ വിചാരിച്ചിരുന്ന റിസ്ക് റിവാർഡ്, വിച്ച് ഈസ് ഹ്യൂജ്. അതിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിയം ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. 5.74 ഈസ് എ ഗുഡ് തിങ്. മൊമെൻറ്റം ആയിട്ടില്ല, അല്ലെങ്കിൽ മൊമെൻറ്റത്തിൻ്റെ സ്റ്റാർട്ടായിരുന്നു. 0.4% എന്ന് പറയുന്നത് സ്റ്റാർട്ടാണ്, പോസിറ്റീവ് വാല്യൂ തന്നെയാണ്. ഗാമ സ്കോർ 100ൻ്റെ മേലെ കടന്നു, അതായത് ബ്ലാസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുക എന്നുള്ളതായിരുന്നു. ഓക്കെ. സോ അത് ആ ഒരു സമയം പറഞ്ഞു 3:12 പറഞ്ഞൊരു സംഭവം അപ്പോൾ തന്നെ നമുക്ക് എറ്റേണൽ ബ്ലാസ്റ്റ് പിന്നെ കാണുന്നത്, അന്ന് ക്ലോസ് ചെയ്യുന്നത് തന്നെ നമുക്കൊരു 4% റിട്ടേണിലാണ്. അതായത് ഇവിടെ നിന്നാണ് പറഞ്ഞ് നിങ്ങൾ കണ്ടു. അപ്പം ഇവിടെ നോക്കുന്ന സമയത്ത് ഗാമ സ്കോർ 274 ആയി, മൊമെൻറ്റം പിക്ക് ചെയ്തിട്ടുണ്ട്, വോളിയം അതിഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഇങ്ങനെയാണ് ഈ ടൂളിനെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതായത് ഒരു കറക്ഷനിൽ ഇത് എപ്പോൾ ഫോം ചെയ്യുന്നോ ആ സമയത്ത് നമുക്ക് കുറച്ചുകൂടെ സിമ്പിളായിട്ട് അതിനെ യൂസ് ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ. സോ ഇത് എന്തുകൊണ്ട് ഞാൻ ഡെവലപ്പ് ചെയ്തു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് പേർക്ക് ഈ ലിക്വിഡിറ്റി എഞ്ചിനീയറിംഗ് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ലിക്വിഡിറ്റി എഞ്ചിനീയറിങ്ങിനെ ഇതെല്ലാം നമ്മൾ അതുപോലെ യൂസ് ചെയ്യുന്ന തിയറീസിൽ ഇപ്പം ബുക്ക് ചെയ്തിട്ടുള്ള കുറേ പ്രോഫിറ്റുകളാണ്. ഒരുപാട് ഇത് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട് നമ്മളുടെ പ്രീമിയം ഗ്രൂപ്പിൽ. ആർക്കെങ്കിലും പ്രീമിയം ഗ്രൂപ്പ് മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ. അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു ബണ്ടിലായിട്ടാണ് കൊടുക്കുന്നത്. പ്രീമിയം ഗ്രൂപ്പ് മെമ്പർഷിപ്പ് ഉണ്ടാവും, ഗാമ ബ്ലാസ്റ്റ് ആക്സസ് ഉണ്ടാവും, ലിക്വിഡിറ്റി ലെൻസിൻ്റെ ആക്സസ് ഉണ്ടാവും. സോ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ. സോ ഇന്ന് രാവിലെ എടുത്ത് നോക്കുന്ന സമയത്ത് എനിക്ക് ഇന്നലെ തന്നെ അറിയായിരുന്നു ഇതിന്ന് ഒരു ഇതായിരിക്കും വരാന്ന്. ഏകദേശം 17% അപ്പ് മൂവ് ആണ് നമുക്ക് ഇന്നലെ വൈകുന്നേരം മുതൽ സൊമാറ്റോയിൽ അല്ലെങ്കിൽ ഇറ്റേണലിൽ വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഇവിടെ നോക്കുന്ന സമയത്ത് ഗാമ ബ്ലാസ്റ്റ് ആയി ഒന്ന് സ്റ്റെബിലൈസ് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പം മൊമെൻറ്റം കുറഞ്ഞതുകൊണ്ടാണ് നമുക്കൊരു നെഗറ്റീവിലേക്ക് വന്നത്. സോ ആ ഒരു മൊമെൻറ്റം ഫോം ചെയ്യുമ്പോൾ തന്നെ പിക്ക് ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് ആ ഒരു ട്രേഡ് എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് പെട്ടെന്ന് പറയുമ്പോൾ ഇത്തരം മൂവ്മെൻറ്റ് നമുക്ക് വളരെ റെയർ ആയിട്ടേ കിട്ടുള്ളൂ. പക്ഷേ സ്റ്റിൽ നമ്മൾ ഒരു 1 to 2 വീക്കിൻ്റെ ഉള്ളിലാണ് ഏറ്റവും കൂടുതൽ ടാർഗറ്റുകൾ പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. 1 month 2 month ഒക്കെ പറയുമെങ്കിലും വിത്തിൻ ആ ഒരു ടൈം ഫ്രെയിമിൽ തന്നെ ഏറ്റവും കൂടുതൽ ടാർഗറ്റുകൾ നമുക്ക് അടിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നത് 15 മിനിറ്റ് ടൈം ഫ്രെയിമാണ്. 15 മിനിറ്റ് ടൈം ഫ്രെയിമിലാവുമ്പം നമുക്ക് പെട്ടെന്ന് അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് ഇതേപോലെ നെൽകാസ്റ്റിൽ വന്നിട്ടുള്ള ഗാമ ബ്ലാസ്റ്റ് ആയിരുന്നു. അത് അങ്ങനെ നമ്മൾ 20 മൈക്രോൺസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളാണ്. GMDC നമ്മൾ ലോങ് ടേമിന് പറഞ്ഞിട്ടുള്ള സ്റ്റോക്കാണ്. അതിലൊക്കെ ബ്ലാസ്റ്റ് വരുന്നുണ്ട്. പവർ ഇന്ത്യ ആൾസോ നമ്മൾ കുറച്ച് ഷോർട്ട് ടേമിലേക്ക് പറഞ്ഞ സ്റ്റോക്കാണ്. അതിലും ബ്ലാസ്റ്റ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. സോ അത്തരത്തിൽ കുറേ സ്റ്റോക്കുകൾ നമുക്ക് മന്ത്ലി ബ്രേക്ക് ഔട്ടിലുണ്ട്. ഇതുപോലെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിൽ നിഫ്റ്റി 500ൽ വന്നിട്ടുള്ള ഇന്ത്യ സിമെൻറ്റ്സ് ആണ് 8% ഇന്നലെ കയറിയിട്ടുള്ളത്. ഇവിടുന്ന് ബ്ലാസ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. ഐ തിങ്ക് ബ്ലാസ്റ്റിൻ്റെ ഇത് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയി. കാരണം നമുക്ക് ഈ ഒരു സ്വിംഗ് ഹൈൻ്റെ മേലേക്കാണ് നമുക്ക് മാക്സിമം വരുള്ളൂ, അല്ലെങ്കിൽ ഇവിടുത്തെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് പിന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് വരിക. അപ്പോൾ എപ്പോഴും ബ്ലാസ്റ്റ് ഫ്രഷ് ആയിട്ട് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ സംഭവിക്കുമ്പം എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്നുള്ളതാണ്. RHIമിൻ്റെ കേസിലാണെങ്കിലും അത് ലാസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് പുതിയ ബ്ലാസ്റ്റുകൾ ഏതെങ്കിലും വന്നിട്ടുണ്ടോ നോക്കാം. ഓക്കെ. ബിർള മണി വന്നിട്ടുണ്ട്. യെസ്, ബിർള മണി ഈസ് എ ഗുഡ് എക്സാമ്പിൾ. ബിർള മണിൻ്റെ കേസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബിയറിഷ് ബ്ലാസ്റ്റ് കഴിഞ്ഞു. ഇനി ഈ ബിയറിഷ് ബ്ലാസ്റ്റ് ഫോം ചെയ്തിട്ടുള്ള, അതായത് അവസാനം ഫോം ചെയ്തിട്ടുള്ള ബിയറിഷ് ബ്ലാസ്റ്റിൻ്റെ മേലേക്കൊരു ബുള്ളിഷ് ബ്ലാസ്റ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബിർള മണിയിൽ നല്ല രീതിയിലൊരു അപ്സൈഡ് കാണാവുന്നതാണ്. അല്ലെങ്കിൽ ഈ ഒരു ബ്ലാസ്റ്റിനെ ഒന്നുകൂടെ നമ്മൾ കൺഫേം ചെയ്യണം, ഒരു ബ്ലാസ്റ്റ് കൂടി വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അത് നമുക്ക് അടുത്ത ദിവസങ്ങളിലാണ് കാണാൻ വേണ്ടി പറ്റുക.
അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കതിൽ ധൈര്യമായിട്ട് എൻട്രി എടുക്കാം. അതേപോലെ ലാസ്റ്റിലേക്ക് വീണ്ടും വന്നതാണ് നമ്മളുടെ മഹീന്ദ്ര ഫിനാൻസ്. അപ്പോൾ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതിലും നമുക്കൊരു യെസ് സ്വിംഗ് ട്രേഡ് പോസിബിൾ ആണ്. കാരണം നമുക്കറിയാം ഒരു സ്വിങ്ങിൻ്റെ ലോയിൽ നിന്നാണ് ബ്ലാസ്റ്റ് സംഭവിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രീവിയസ് കേസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് ബ്ലാസ്റ്റിന് ശേഷം ആ ഒരു സ്പൈക്ക് ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു മൊമെൻ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ ഒരു റിപ്പീറ്റേഷനാണ് നമ്മൾ ഇനി ഇവിടെ എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സോ അപ്പോൾ ഓരോ സ്റ്റോക്കിലും നമുക്കിത് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇവിടെ ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് കുറേ അലേർട്ടുകളുണ്ട്. അതിപ്പം ട്രേഡിംഗ് വ്യൂ പ്രീമിയം ഉള്ള ആളുകൾക്കാണ് അത് പോസിബിൾ ആയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ട്രേഡിംഗ് വ്യൂ പ്രീമിയം എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സംഭവമാണ്. എല്ലാവർക്കും അത് പോസിബിൾ ആവുന്നില്ല എന്നുള്ളത്. സോ അതുകൊണ്ട് നമ്മൾ ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ പ്രീമിയം കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മന്ത്ലി ലിസ്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. 100-ന് മേലെ 200-ന് മേലെ സ്റ്റോക്കുകൾ ഈ ലിസ്റ്റിലുണ്ട്. അതുപോലെ തന്നെ നിഫ്റ്റി 500ൽ 500 സ്റ്റോക്സ് ഉണ്ടെന്ന് നമുക്കറിയാലോ. ഈ നിഫ്റ്റി 500ഉം മന്ത്ലി വാച്ച് ലിസ്റ്റിലും വരുന്ന ഗാമ ബ്ലാസ്റ്റുകൾ ഇവിടെ എനിക്ക് അലേർട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ അലേർട്ട് വരുന്നത് എനിക്ക് പ്രീമിയം സർവീസ് ഉള്ളതുകൊണ്ടാണ്. ഓക്കെ. സോ അത് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഓരോ ഗാമ ബ്ലാസ്റ്റ് വരുമ്പോഴും ലൈവായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ പ്രീമിയം മെമ്പേഴ്സിന് അത് കൊടുക്കുന്നുണ്ട്. അതിന് ടെലഗ്രാമിലേക്കാണ് അത് കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് അത് എന്താ പറയുക യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ഉള്ള ആളുകൾക്കും യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ. സോ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവായിട്ട് തന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എപ്പോഴും ഇതിങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഞാനത് കാണുന്ന സമയത്ത് മാത്രമാണ് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സിമ്പിൾ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പ്രൈസും വോളിയം ഒക്കെ കൊടുക്കുന്നുണ്ട് അതിൽ തന്നെ. അപ്പോൾ വോളിയം കൂടി നോക്കിയിട്ട് നമുക്ക് ഏത് ചാർട്ട് അനലൈസ് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും 3:45-നാണ് ലാസ്റ്റ് വന്നിട്ടുള്ളത്. ഇവിടെ 3:31-ന് അരവിന്ദ് ഫാഷൻ വന്നു, ബിർല മണി വന്നു, മഹീന്ദ്ര ഫിനാൻസ് വന്നു. ഇതേ അലേർട്ട് സിസ്റ്റമാണ് ഞാൻ നേരത്തെ ഇവിടെയും കാണിച്ചിട്ടുള്ളത്, കണ്ടില്ലേ? അപ്പോൾ ഇവിടെ എപ്പോൾ വന്നു കഴിഞ്ഞാലും ആ സമയത്ത് നമുക്ക് ഈ ടെലഗ്രാം ചാനലിൽ വരുന്ന ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുള്ളതായിട്ട് വളരെ സന്തോഷപൂർവ്വം ഞാൻ അറിയിക്കുകയാണ്. അപ്പം ഇതും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ് നമ്മുടെ പ്രീമിയം സർവീസിൻ്റെ ഭാഗമായിട്ട് എന്നുള്ളതാണ്. ഓക്കെ. സോ അതാണ് നമുക്ക് ഇനി കാണാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ. സോ അത്ര സ്റ്റോക്കുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. സോ ആർക്കെങ്കിലും ഈ ഒരു സർവീസ് താല്പര്യമുണ്ടെങ്കിൽ ഗാമ ബ്ലാസ്റ്റ് കുറച്ചുകൂടെ എളുപ്പമാണ്. ബിഗിനേഴ്സിനൊക്കെ കുറച്ചുകൂടെ എളുപ്പമാണ്. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. യു ക്യാൻ കോൺടാക്ട് മീ ഇൻ ദ ഗിവൺ നമ്പർ. സീ യു ടുമോറോ വിത്ത് അനദർ അനാലിസിസ്. ബൈ ബൈ.